ತದಿಕಿಣ ತಗಜನು ತದಿಕಿಣ ತಗಜನು ತರಿಕಿಟ ತದರಿನ ತದಿಂದಿಂದ ಆನಂದಂ ತಲವನಿ ತಲಪುಗ ಎದಲನು ಕಲುಪಗ ಮೊದಲಿಗ ಮೊದಲಿಗ ಮಲ್ಲಿಗೀತ ಗೋವಿದಂ ತದಿಕಿಣ ತಗಜನು ತದಿಕಿಣ ತಗಜನು ತರಿಕಿಟ ತದರಿನ ತದಿಂದಿಂದ ಆನಂದಂ. വാവ്, ലെറ്റ്സ് എൻഡ് ദിസ് ഗെയിം. നന്നായിട്ടുണ്ട്. നിൻ്റെയൊക്കെ ധൈര്യം അത് ഞാൻ സമ്മതിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ആ ധൈര്യമായിട്ട് ഇനി എൻ്റെ അടുത്തൊക്കെ വരാത്തതാണ് നല്ലത്. വന്നാലേ ഗെയിം ആവില്ല. നിൻ്റെയൊക്കെ ചാപ്റ്ററിനെ ഞാൻ അങ്ങോട്ട് എൻഡാക്കും. എൻ്റെ പെമ്പിള്ളാരുടെ മേലെ നിനക്കൊക്കെ കണ്ണുണ്ടെന്ന് കണ്ടപ്പോഴേ തീർക്കണമെന്ന് വിചാരിച്ചാൽ രണ്ടെണ്ണത്തിനും. പിന്നെ ഞാൻ വെറുതെ വിട്ട് കളഞ്ഞത്. എൻ്റെ പ്ലാൻ സക്സസ് ആക്കാൻ എനിക്ക് നിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതില്ല. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്ത് വന്നാൽ മൂന്നിൻ്റെ ശവമായിരിക്കും പിന്നെ നിൻ്റെയൊക്കെ തന്തയും തള്ളയും കാണലുണ്ടാവുക. ആരെ ശവമാണ് അവിടെ വീഴാൻ പോകുന്നതൊക്കെ നീ വൈകാതെ കാണും. ബെന്നി, ഇത്രയും നേരം നിന്നോട് ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചത് എൻ്റെ പ്ലാന് സക്സസ് ആക്കാൻ അറിയാതാണെങ്കിലും നീ ഒരു കാരണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. വെറുതെ എൻ്റെ വഴിക്ക് ഇനി നീ വരാൻ നിൽക്കരുത്. പിന്നെ നിൻ്റെ വീട്ടിലുള്ളവർക്ക് അവന്മാരോട് പറഞ്ഞാൽ മതി നിൻ്റെ ഡെഡ് ബോഡിക്ക് ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുക്കലുണ്ടാവുക. എക്സ്ക്യൂസ് മീ, താനെന്താ പറഞ്ഞത്? തൻ്റെ പ്ലാൻ സക്സസ് ആക്കാൻ ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്തു? ഓ, കുറച്ച് നേരത്തെ മുന്നേ വേറെ എന്തോന്ന് പറഞ്ഞല്ലോ. ഓ, എന്തായിരുന്നു അത്? എൻ്റെ പ്ലാന് പൊളിഞ്ഞ സങ്കടത്തിലാണ് ഞാനെന്നുള്ളതോ? എന്നാൽ തനിക്ക് തെറ്റി. എൻ്റെ പ്ലാനിട്ട് പൊളിഞ്ഞിട്ടുമില്ല, ഞാൻ തൻ്റെ പ്ലാനിന് ഹെൽപ്പ് ചെയ്തിട്ടുമില്ല. ഇത്രയും നേരം നടന്നത് മൊത്തം ഞങ്ങളുടെ പ്ലാൻ പ്രകാരം തന്നെ. ഞങ്ങളുടെ ഫോഴ്സ് പിൻവലിച്ചതടക്കം ഞങ്ങളുടെ പ്ലാനിൻ്റെ ഭാഗം തന്നെ. താനെന്താ വിചാരിച്ചത് താൻ ജയിച്ചു എന്നോ? തൻ്റെ കോട്ടയിൽ കയറി പറ്റുക എന്നുള്ളത് ധ്രുവിൻ്റെയും പല്ലുവിൻ്റെയും ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ കളിക്ക് നിന്നത്. തന്നെ എനിക്ക് ഒരാളടുത്ത് ഏൽപ്പിക്കണം എന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ എത്തിച്ചു കൊടുത്തു. അത്രേ ഉള്ളൂ. തൻ്റെ കാലനെ താൻ തന്നെ വിളിച്ചു വരുത്തലുള്ളൂ അശോക്. ബെന്നി അത് പറഞ്ഞു കേട്ടതും അശോകിൻ്റെ നെറ്റിത്തടങ്ങളിൽ വിയർപ്പ് കണങ്ങൾ പൊടിയാൻ തുടങ്ങി. കാരണം അവനറിയായിരുന്നു അവൻ്റെ കാലൻ ആരായെന്നുള്ളത്. ഇത്രയും കാലം അയാളുടെ മുൻപിൽ പെടാതെ നടക്കുകയായിരുന്നു അശോക്. അവനറിയാം ധ്രുവിനെയും പല്ലുവിനെയും സഹായിക്കാൻ അയാൾ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും അശോകൻ അയാളെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത്. നിനക്ക് അവനെ വെച്ച് എന്നോട് കളിക്കാനോ നിന്റെ വിചാരം എന്നുണ്ടെങ്കിലോ നിനക്ക് തെറ്റി ബെന്നി. നീയും അവനൊക്കെ ഇവിടെ എത്തുന്നതിന് മുൻപ് അവളുമാർ ഞാൻ എത്തിക്കുന്നോട് എത്തിച്ചിരിക്കും. നീയൊന്നും പേടിക്കണ്ട. അവളുമാർ കണ്ടവൻ്റെ കൈ കിടന്ന് പിടയണത് നിനക്കൊക്കെ ഞാൻ അയച്ചു തരുന്നുണ്ട്. കണ്ടു രസിക്കണ്ടി നീയൊക്കെ. എടാ ചെറ്റേ, നീന്നല്ല ഒരുത്തനും അവരെ മേലെ കൈ വെക്കത്തില്ല. പിന്നെ നീ എന്താ പറഞ്ഞത്? ഞങ്ങൾ എത്തുന്നതിന് മുൻപേന്നോ? എങ്ങോട്ട് എത്തുന്നതിന് മുൻപേ? ഞങ്ങൾ ഓൾറെഡി നിന്റെ സ്ഥലത്ത് തന്നെയാണുള്ളത്. എടാ നീ എന്താടാ വിചാരിച്ചത്? നിൻ്റെ കള്ള അഭിനയം മുതലക്കണ്ണീരും കണ്ട് ഞങ്ങൾ അവരെ നിൻ്റെ കൂടെ കൊണ്ട് പറഞ്ഞേക്കുന്നു. എന്നാൽ നിനക്ക് തെറ്റി. നീയൊക്കെ ഇറങ്ങിയതിൻ്റെ ബാക്കിൽ തന്നെ ഞങ്ങളും ഉണ്ടായിരുന്നു. ഒരു നിഴല് പോലെ നിന്നെ ഞങ്ങൾ പിന്തുടരുന്നുണ്ടായിരുന്നു. പെന്നിച്ചായ ഞങ്ങളോട് എപ്പോഴും പറയാറുണ്ട് ശത്രുവിനെ നിസാരവൽക്കരിക്കരുത് എന്നുള്ളത്. ഞങ്ങളത് ചെയ്തില്ല, നീ അത് ചെയ്തു. നീ ഞങ്ങളെ വല്ലാതെ നിസാരമായി കണ്ടു. അതോ നിനക്ക് പറ്റിപ്പോയി തെറ്റും. നീ എന്താടാ വിചാരിച്ചത് ഞാൻ നിൻ്റെ കേസ് ശരിക്കും അന്വേഷിക്കുന്നുണ്ടെന്നോ? നീ ഇത്ര വലിയ പൊട്ടനാണോടാ? എപ്പോഴോ കഴിഞ്ഞു പോയ കേസ് അതിപ്പോൾ ഞാൻ പൊക്കി അന്വേഷിക്കാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? ഇനി അതല്ല ഞാൻ അന്വേഷിച്ചാൽ തന്നെ അതിന് വല്ല തുമ്പുമാനം എനിക്ക് കിട്ടും. അന്നേ അതിലൊരു തെളിവും നീ അവശേഷിപ്പിച്ചിട്ടില്ല. പിന്നല്ല ഇന്ന് ഞാൻ ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞത് ഞങ്ങളുടെ പ്ലാൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു. നിന്നെ ഈ ട്രാപ്പിൽ വീഴ്ത്താൻ വേണ്ടി ഞങ്ങൾ ചെയ്തൊരു ഐഡിയ മാത്രമായിരുന്നു. നീ കറക്റ്റ് ആ ട്രാപ്പ് പോയി വീഴുകയും ചെയ്തു. ബെന്നിയുടെ വാക്കുകൾ ശരിക്കും അശോകനൊരു വണ്ടറായിട്ടുണ്ടായിരുന്നു. കാരണം അയാൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനൊരു ട്വിസ്റ്റ്. വിജയൻ തൻ്റെ ഭാഗത്തായിരിക്കുമെന്ന് വിചാരിച്ചിരുന്ന അശോകന് ഇപ്പം കിട്ടിയത് പ്രതീക്ഷിക്കാത്തൊരു പരാജയം തന്നെയായിരുന്നു. എന്നാലും ഇതൊക്കെ എങ്ങനെ നടന്നു? ഇനി അതല്ല ബെന്നി വീണ്ടും മൈൻഡ് ഗെയിം കളിക്കുകയാണെന്ന് വരെ അശോകന് തോന്നി. എന്നാൽ ബെന്നി പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. ഇതൊക്കെ തന്നെ അവരുടെ പ്ലാനിൻ്റെ ഭാഗമായിരുന്നു. പിന്നെ അരുൺ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കേസ് അന്വേഷിക്കുന്ന കാര്യം അയാളുടെ ചെവിയിലെത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് ആദ്യം അറിയായിരുന്നു സാർ. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അയാൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങളുടെ ടീമിലേക്ക് അവരെടുത്തതും. കാരണം ഞങ്ങളുടെ കേസുമായിട്ടുള്ള പ്ലാനുകളൊക്കെ അയാൾ അറിയണം, അയാളിലേക്ക് അത് എത്തണം. എന്നാലേ നമ്മുടെ പ്ലാൻ ബി അത് വർക്കൗട്ടാക്കാൻ നമുക്ക് പറ്റുള്ളൂ. എടാ, അതൊക്കെ എനിക്കും അറിയാം നിങ്ങൾ ഈ കേസ് ശരിക്കും അന്വേഷിക്കണമെന്നില്ല എന്നുള്ളത്. പക്ഷേ അവർ നിങ്ങൾക്കെതിരെ വല്ലതും ചെയ്തു വരുമെന്ന് എൻ്റെ പേടിപ്പോൾ. സാർ അതാലോചിച്ച് പേടിക്കുന്നു വേണ്ട, ഞങ്ങൾ കെയർഫുള്ളായിട്ട് ഇരുന്നോളാം. അല്ല സാറ് അയാളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു? എടാ മക്കളെ, അത് ഞാനല്ല സംസാരിക്കേണ്ടത്. ധ്രുവിയും പല്ലും ഒരൊറ്റ ഹെൽപ്പ് അവനോട് ചോദിച്ചാൽ മതി. അവരെ ഹെൽപ്പ് ചെയ്യാൻ അവർ തയ്യാറാണ്.
പക്ഷെ എന്തുകൊണ്ട് അവർ ചോദിക്കുന്നില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്കറിയോ, അവർ ഈ ഗെയിമിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ അശോകന് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റൂല. അതന്നെ പിന്നെ ഞാനും ആലോചിക്കുന്നത്, അവർക്കെന്താണ് ശേഖർ അങ്കിളിനോട് ഒരു ഹെൽപ്പ് ചോദിച്ചാൽ, അല്ലെങ്കിൽ ശേഖർ അങ്കിളിനോട് ഈ കാര്യത്തിൽ ഇടപെടാൻ പറഞ്ഞാൽ? അവരെ വലിയച്ഛനല്ലേ, അവരെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന മനുഷ്യനും, പിന്നെന്താ പ്രശ്നം? അരുണ് പറഞ്ഞ പോലെ തന്നെ ശേഖറിന് അവരെന്ന് വെച്ചാൽ ജീവനാണ്. ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് അവർക്ക് അച്ഛനായവനാണ് അവർ. അവരെന്ന് വെച്ചാൽ അത്രയും വലിയ കാര്യമാണ്. പിന്നെ എന്തിനാണ് അവർ അകൽച്ച കാണിക്കുന്നത്? അശോകിൻ്റെ ബ്രദറായതുകൊണ്ടാണോ? സാറും അരുണും വിചാരിച്ച മാതിരിയൊന്നുമല്ല. അവർക്ക് ശേഖർ അങ്കിളിനോട് ഒരു ദേഷ്യവുമില്ല, മറിച്ച് അങ്കിളിന് ഒരുപാട് ഇഷ്ടമാണ്. പോരാത്തിന് ധ്രുവിക്ക് ഫൈറ്റിംഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തത് അങ്കിൾ തന്നെ ആണല്ലോ. പക്ഷേ ഈ ഒരു പ്രശ്നത്തിലേക്ക് അവർ അങ്കിളിനെ വലിച്ചിടാത്തത്, എന്തൊക്കെ പറഞ്ഞാലും അശോക് അയാളുടെ ബ്രദറാണ്. സ്വന്തം ഏട്ടനെ അനിയനെതിരെ തിരിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവരതൊന്നും ചെയ്യാത്തത്. ഞാൻ ഈ കാര്യമൊക്കെ ധ്രുവിനോട് സംസാരിച്ചതാണ്. അപ്പോൾ അവരെന്നാണ് ഇതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്. ആ മക്കൾ കാണിക്കുന്ന കരുണയും സ്നേഹം പോലും അയാൾക്ക് തിരിച്ച് ആ കുട്ടികളോട് ഇല്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും അവരുടെ സ്നേഹവും കരുണയും ഈ ഒരു സമീപനമൊന്നും അയാൾ അർഹിക്കുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ശേഖർ അങ്കിളിനെയും കൂടി ഈ പ്ലാനിലേക്ക് വിളിക്കാമെന്നായിരുന്നു. എടാ, ശേഖർ ഓൾറെഡി പ്ലാനിലുണ്ട്. അത് ധ്രുവിക്കും പലരും അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പിഴച്ചാൽ ശേഖർ ഇറങ്ങുന്നതായിരിക്കും. അതുകൊണ്ട് ആ കാര്യം വെച്ചൊന്ന് പിടിക്കണ്ട. അതൊക്കെ പോട്ടെ, നിങ്ങളുടെ ബാക്കി പ്ലാന് പറ. ആങ്കിളെ, അത് പറയാം, ഞങ്ങൾ അവരും കൂടെ വന്നിട്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ നീയല്ലേ പറഞ്ഞാൽ അവരെ കൊണ്ട് വിളിച്ചിട്ടുണ്ടെന്നുള്ളത്? ഞാൻ വിളിച്ചിട്ടുണ്ട്, അവരിപ്പോൾ എത്തുന്ന പറഞ്ഞത്. വാ, മൂന്നാളും കയറി വാ. എന്താ ലേറ്റ് ആയത്? ഈ താനൊന്ന് എണീച്ച് ഒരുങ്ങണ്ട ബെന്നിച്ചായ. എത്ര നേരമായി കുരിപ്പിനെ വിളിക്കുന്നതെന്നറിയോ? വാ, എന്തായാലും കയറി വാ. ബെന്നിച്ചായൻ്റെ വൈഫും മക്കളൊന്നുമില്ല ഇവിടെ? അവരില്ലടാ, അവർ റാഹിയും റേച്ചലും കൂടി, അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവ, അവളുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊച്ചിനെ കാണാൻ വേണ്ടി പോയതാ. പിന്നെയോ? എന്നടാ, ഇവനത് തന്നെയാണ് പണി? അതൊന്നും പറയാത്ത മോനെ നല്ലത്. അവൻ ഒരുപാട് വർഷം കാത്തിരുന്ന് കിട്ടിയ പ്രണയാന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിന് ഒരു സമാധാനം കൊടുക്കുന്നില്ല. അവനൊത്ത് മത്സരിക്കാൻ അയപ്പിയും. മിക്കവാറും രണ്ടും കൂടി അവിടെ പ്ലേ സ്കൂൾ തുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നത്. കൊള്ളാലോ, ഇതേതാണ് ടീം? അതൊക്കെ ഉണ്ട്, ഞങ്ങളെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലുള്ളതാണ്. നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നിങ്ങൾ പരിചയപ്പെട്ടിരിക്കേണ്ട ഐറ്റങ്ങളാണത്. പക്ഷെ അത് ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവട്ടെ എന്നിട്ട് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. എന്തായാലും വന്ന് ഇരിക്കും നിങ്ങൾ. പിന്നെ ഇതാണ് നമ്മുടെ പ്ലാനിന് ഹെൽപ്പ് ചെയ്ത 2 പേര്. ഇവനെ പിന്നെ ഞാൻ പരിചയപ്പെടുത്തി തരണല്ലോ, നിങ്ങൾക്ക് അറിയാലോ, എൻ്റെ കൂടെ പലവട്ടം കണ്ടല്ലേ. ഇത് ഞങ്ങളുടെ ഹെഡ് ഓഫീസറാണ്. ധ്രുവിക്കും പല്ലുവിനും എന്നെ മനസ്സിലായോ? നമ്മൾ തമ്മിൽ അറിയാം. ഓർമ്മ കാണില്ല, ചെറുപ്പത്തിൽ കണ്ടതായിരിക്കും എന്നെ. ചിലപ്പോൾ വേറൊരു ഇൻസിഡൻറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഓർക്കാൻ ചാൻസ് ഉണ്ട്. അതല്ല, നമ്മൾ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്, പ്രത്യേകിച്ച് ഞാനും പല്ലും തമ്മിൽ. അല്ല, എൻ്റെ ഒരു പട്ടിക്കുട്ടിനെ കടിച്ചൊരു ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളോ? നിങ്ങൾക്ക് സുഖമല്ലേ? ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ വെന്നിച്ചാൻ പറഞ്ഞിട്ട് അങ്കിൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അങ്കിള് വെള്ളിച്ചൻ എപ്പോഴും അവിടെ തന്നെയാണോ താമസം? വെള്ളിച്ചന് സുഖമാണോ? അവന് സുഖമാണ്. താമസപ്പോഴും നിങ്ങളുടെ തറവാട്ടിൽ തന്നെയാണ്. അവനവിടെ എന്തായാലും താമസം മാറൂല. എപ്പോഴെങ്കിലും നിങ്ങൾ അവനെ അന്വേഷിച്ച് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവൻ അവിടെ തന്നെ നിൽക്കുന്നത്. എന്താ ധ്രുവി, അല്ലോ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്തിനാ പെട്ടെന്ന് അവനോടൊരു അകൽച്ച കാണിച്ചത്? എപ്പം തൊട്ട് അവൻ നിങ്ങൾക്ക് അന്യനാവാൻ തുടങ്ങിയത്? നിങ്ങൾക്ക് തന്നെ അറിയാലോ അവന് നിങ്ങളെന്ന് വെച്ചാൽ എന്താണെന്നുള്ളത്. പിന്നെ ഇങ്ങനെ ഒരു അകൽച്ച വേണമായിരുന്നു? അങ്കിള്, ഞങ്ങൾ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തതല്ല. അങ്കിളിന് അറിയാലോ അമ്മനെ വലിയച്ഛൻ എന്തായിരുന്നു എന്നുള്ളത്. സ്വന്തം പെങ്ങളെ പോലെ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത്. സിബ്ലിങ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അമ്മയ്ക്കും വലിയച്ഛൻ്റെ ഏട്ടനെ പോലെ തന്നെ ആയിരുന്നു. പക്ഷേ അമ്മൻ്റെ മരണം അതെങ്ങനായിരുന്നു? സ്വന്തം അനിയൻ്റെ കൈ കൊണ്ട് തന്നെ. അതും ഇത്ര വലിയ ക്രൂരതാണ് അയാൾ കാണിച്ചതെന്നൊക്കെ അറിയുമ്പോൾ വലിയച്ഛൻ ആകെ തകർന്നു പോകുമായിരുന്നു. എത്രയൊക്കെ പറഞ്ഞാലും അയാളുടെ ഏട്ടനല്ലേ, എങ്ങനെ ഏട്ടനെ സ്വന്തം അനിയനെതിരെ തിരിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അങ്കിളിന് അറിയാലോ, വെള്ളിച്ചനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈസിയായിട്ട് ഞങ്ങളെ അവിടെ വന്ന് കണ്ടെത്താൻ പറ്റുമായിരുന്നു. ഒരു തരത്തിലും അയാൾ ഞങ്ങളെ അന്വേഷിച്ച് വരരുതെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ധ്രുവി ഇതെല്ലാം പറയുമ്പോഴും പല്ലു സൈലൻ്റ് ആയിരുന്നു. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അവൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അച്ഛൻ എന്നെങ്കിലും അവരുടെ മക്കളെ അംഗീകരിച്ചിട്ട് അവരുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്നുള്ളത്. എന്നാൽ ധ്രുവി ഇതൊരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ലായിരുന്നു, കരുതിയിട്ടുമില്ലായിരുന്നു. കാരണം അവൾക്കറിയാം അയാളുടെ ക്രൂരത എത്രമാത്രമുണ്ടെന്നുള്ളത്. ഒരു തരത്തിൽ അയാളുടെ ക്രൂരത നേരിൽ കണ്ട ആൾ ധ്രുവിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരിക്കലും മക്കളായിട്ട് ഇനി അയാൾ അവരെ അംഗീകരിക്കില്ല എന്നുള്ളത് ധ്രുവിക്ക് അറിയായിരുന്നു. മക്കളെ,
ബന്ധങ്ങൾക്ക് ഇത്ര വില കൽപ്പിക്കാത്തവന് നിങ്ങളിത്ര കരുണ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അവൻ അർഹിക്കുന്നില്ലാത്തൊന്നും. അറിയാം അങ്കിളെ, അറിയാം അയാൾ ഒരിക്കലും ഇതൊന്നും അർഹിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ അച്ഛനല്ലേ, ആ ഒരിത് അയാളുടെ എപ്പോഴൊക്കെ തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനിയില്ല. വാവ്, ഈ ഒരു ചങ്കൂറ്റം, ഈ ഒരു സ്ട്രെങ്ത് അതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഈ പ്ലാനിൽ ഉടനീളം നിങ്ങൾക്ക് ആവശ്യം അത് തന്നെയാണ്. പിന്നെ ഞങ്ങൾ നിങ്ങളങ്ങോട്ട് പഠിപ്പിച്ചത് ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ധ്രുവി, ഇത്രയും കാലം ശേഖർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ അമ്മൻ്റെ മരണത്തിന് പിന്നിൽ നിങ്ങളുടെ ഫാമിലി ഡോക്ടറാണെന്നായിരുന്നു. അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം അയാൾ പെട്ടെന്നാണ് മിസ്സിങ് ആയത്. അയാളുടെ പെട്ടെന്നുള്ള മിസ്സിങ്ങും പിന്നെ എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ ശേഖർ അങ്ങനെയാണ് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൻ ഒരുപാട് വട്ടം കേസ് വീണ്ടും അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് തവണ അവൻ സ്റ്റേഷനിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു. എന്നോടും അവൻ ഒരുപാട് വട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ എത്ര ശ്രമിച്ചിട്ട് ഞങ്ങൾക്ക് ആ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതിന് പല പല കാരണങ്ങളുണ്ടായിരുന്നു. അപ്പം ഒരിക്കലും യാദൃശ്ചികമായിട്ടാണ് ആ ഫാമിലി ഡോക്ടറെ ഞങ്ങൾക്ക് കാണാനിടയായതും. അപ്പം തന്നെ നിങ്ങളുടെ വില്ലേജിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ, അവനെ തൂക്കി. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞത്. നീ പറഞ്ഞ പോലെ തന്നെ അറിഞ്ഞ സമയത്ത് ശേഖറിന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. സ്വന്തം അനിയൻ ഇത്രയും വലിയ ക്രൂരനായിരിക്കുന്നു അവൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. അങ്കിൾ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങൾ അന്ന് ശ്രമിച്ചിട്ട് റീഓപ്പൺ ചെയ്യാൻ പറ്റാത്ത കേസ്, അന്വേഷിക്കാൻ പറ്റാത്ത കേസ്, ഇന്ന് നിങ്ങൾക്ക് അതിന് പറ്റുമോ? തനു, നീ ചോദിച്ചത് വളരെ നല്ല ചോദ്യം തന്നെയാണ്. ആക്ച്വലി ഞങ്ങൾ കാര്യങ്ങളൊക്കെ ധ്രുവിൻ്റെ അടുത്ത് ആദ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളോടും കൂടി അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളങ്ങോട്ട് വിളിപ്പിച്ചത്. നിങ്ങൾ വിചാരിച്ച മാതിരി ഞങ്ങൾ ഈ കേസ് വീണ്ടും അന്വേഷിച്ചിട്ടൊന്നുമില്ലായിരുന്നു. നോക്ക്, ഞങ്ങൾ ഈ കേസ് ഇനി വീണ്ടും അന്വേഷിച്ചാലും ഒരിക്കലും നമുക്കത് ജയം കാണാൻ പറ്റില്ല. ഇപ്പം തന്നെ ഞങ്ങൾ കേസ് അന്വേഷിക്കുന്ന കാര്യമൊക്കെ അയാളെ ചെവിയിലെത്തിയിട്ടുണ്ട്. പോരാത്തതിന് ആ ഒരു ഡോക്ടറിൻ്റെ റിപ്പോർട്ട് വെച്ചിട്ടൊന്നും നമുക്കൊരിക്കലും കേസ് ജയിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കാരണം ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അശോകനെ ഞങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയിലോട്ട് കൊണ്ടുവരണമായിരുന്നു. അവൻ്റെ ശ്രദ്ധ തിരിച്ചു വിടണമായിരുന്നു. അതിനു വേണ്ടി ചെയ്തതാണത്. ഈ തവണ ഞങ്ങളുടെ ലിസ്റ്റിൽ അശോക് മാത്രമല്ല, അവൻ്റെ കൂടെയുള്ള എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും ഞങ്ങളെ ട്രാപ്പിൽ വീഴ്ത്തണമെങ്കിൽ ഇങ്ങനൊരു നാടകം ഞങ്ങൾക്ക് കളിച്ചേ പറ്റുള്ളായിരുന്നു. നോക്ക്, നിങ്ങൾക്കൊരു ഫോൾസ് ഹോപ്പ് തരണമെന്ന് എനിക്കില്ലായിരുന്നു. നിങ്ങൾ അമ്മയ്ക്കും ധ്രുവിക്കും നീതി വാങ്ങിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞത് അതുള്ളത് തന്നെയാണ്. പക്ഷെ അതിന് ഞങ്ങളെടുത്തിരുന്ന പ്ലാന് അത് വേറെ ആയിരുന്നു. ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ധ്രുവിനോട് ആ കാര്യത്തിനെ കുറിച്ച് അപ്പം തന്നെ സംസാരിച്ചിരുന്നത്. പക്ഷെ നിന്നോട് പറയാതിരുന്നത്, പല്ലു, ഞാൻ ആദ്യം കാണുമ്പോൾ നീ വളരെ വീക്കായിരുന്നു. ഈ ഒരു കാര്യം കൂടി കേൾക്കാനുള്ള ത്രാണി ആ സമയത്ത് നിനക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ മുന്നിൽ നിൽക്കുന്ന പല്ലു ഒരുപാട് സ്ട്രോങ് ആയിട്ടുണ്ട്. ഇപ്പോൾ എന്തിനു നേടാൻ ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന പല്ലുവിന് പറ്റുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ കാര്യം ഇപ്പം ഞാൻ നിങ്ങളെ മുന്നിൽ റിവീൽ ചെയ്തത്. ബെന്നിച്ചായൻ്റെ പ്ലാൻ എന്താണ്? ബെന്നിച്ചായൻ്റെ പ്ലാനൊക്കെ ഓക്കെയാണ്. പക്ഷേ ആരായാലും കോട്ടയം കയറി പറ്റും? നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാൾക്ക് പോലും അവിടെ കയറാൻ പറ്റില്ല. കാരണം അയാളുടെ ലോകം അത് നിങ്ങൾക്ക് അറിയാനിട്ടാണ്. അയാളുടെ പവറും നിങ്ങൾക്ക് അറിയാനിട്ടാണ്. നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമാണത്. എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്കാണെങ്കിൽ അത് ഈസി ആയിട്ട് പറ്റും. കാരണം അയാൾ എന്തായാലും ഞങ്ങളെ കൊണ്ടുവരാനോ വരുന്നത്. അപ്പം ഞാൻ കയറിയാലോ? നിങ്ങൾ പറഞ്ഞ ഈ ഒരു പ്ലാന് ഞാൻ എക്സിക്യൂട്ടീവ് ചെയ്താലോ? ഞാനില്ല. ഇനി പോവുകയാണെങ്കിൽ നീയും ഞാനും ഒരുമിച്ച്, അല്ലെങ്കിൽ രണ്ടാളും പോവില്ല. പല്ലു, നീ അവർ പറഞ്ഞ പ്ലാന് കേട്ടല്ലേ? അതിന് റിസ്ക് എത്രമാത്രം നിനക്കറിയാം. ആഹാ, അപ്പം നിനക്ക് റിസ്ക് ബാധകല്ലേ? നീ ആരാ, വണ്ടർ വുമണോ? ധ്രുവി, ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു. പോവുകയാണെങ്കിൽ ഒരുമിച്ച്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കാം. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ രണ്ടാളും പോകണ്ടെന്നാണ്. എനിക്കിതെല്ലാം കൂടെ കേട്ട് കയ്യും കാലും വിറയ്ക്കുന്നുണ്ട്. നമുക്ക് ഈ പ്ലാൻ എവിടെയെങ്കിലും ഒന്ന് പാളിയണ്ടല്ലോ, എല്ലാം കയ്യിൽ നിന്ന് പോവും. തനു പറഞ്ഞത് ശരിയാണ്. ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണത്. നിങ്ങൾ ചെയ്യേണ്ടതാണ് എൻ്റെ അഭിപ്രായത്തിൽ. ബെന്നിച്ചായ, ധ്രുവി പറഞ്ഞ മാതിരി ഞങ്ങൾക്കല്ലാതെ വേറെ ഒരാൾക്കും ഇത് ഇത്ര വൃത്തിക്ക് ചെയ്യാൻ പറ്റില്ല. ഈ തവണ എന്തായാലും അയാളുടെ പരാജയം കണ്ടിട്ട് ഞങ്ങൾ അടങ്ങുള്ളൂ. ഇത്രയും കാലം ഞങ്ങൾ അയാളെ സഹിച്ചു, ഇനി പറ്റില്ല. ശരിയാ ബെന്നിച്ചായ, ഞങ്ങൾ എത്രയെന്ന് വെച്ചിട്ട് അയാളെ പേടിച്ചിങ്ങനെ ജീവിക്കുക? ജീവിതകാലം മൊത്തം അയാളെയും പേടിച്ച് ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് വയ്യ. ഞങ്ങൾ മടുത്തു. എന്തായാലും ഇതിനൊരു തീർപ്പ് കൽപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളെ ധൈര്യമായിട്ട് വിശ്വസിക്കാം. ഈ പ്ലാൻ അത് ഞങ്ങൾ എന്തായാലും സക്സസ് ആക്കും. അത് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ അമ്മക്ക് വേണ്ടിയോ മാത്രമല്ല, ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം അയാൾ കാരണം ഇല്ലാണ്ടായിട്ടുണ്ട്. എന്നാൽ പിന്നെ അവരൊറ്റക്ക് പോകണ്ട. ഈ പ്ലാനിൽ ഞങ്ങളും ഉണ്ട്. ഞങ്ങളും കൂടി നിങ്ങളതിൽ ഇൻവോൾവ് ചെയ്യിക്കണം. അല്ലാതെ അവരൊറ്റക്ക് പറഞ്ഞാൽ എനിക്ക് ധൈര്യമില്ല. അതിനവർ ഒറ്റക്കാന്ന് ആരാ പറഞ്ഞത്? അവരൊറ്റക്കല്ല. അവരെ കൂടെ നിഴല് പോലെ അവർ ചോദിച്ചാലും ഇല്ലെങ്കിലും സഹായം ചെയ്തുകൊണ്ട് ഒരാളുണ്ടായിരുന്നു. ഇത്രയും കാലം ആൾ ഗാലറിയിൽ നിന്ന് കളി കാണായിരുന്നു. പക്ഷെ ഇനി അങ്ങനെയല്ല. കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അയാൾ കളിക്കളത്തിലേക്ക് ഇറങ്ങിയാലേ അശോകിന് പരാജയം കാണാതെ വേറെ ഒരു വഴിയുണ്ടാവില്ല. ഇത്രയും കാലം അവൻ സേഫായത് ശേഖർ ഈ കളിയിലേക്ക് ഇറങ്ങാതിരുന്നപ്പോഴാണ്. പക്ഷെ ഇനി അങ്ങനെയല്ല. പറഞ്ഞതെല്ലാം ഓർമ്മ ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ ഈ ഫോൺ കയ്യിൽ വെച്ചോ.
നിങ്ങളെ കൂടെ ശേഖരങ്ങൾ ഉണ്ടെന്നുള്ള സത്യം, പക്ഷേ ബാക്കപ്പായിട്ട് തനു പറഞ്ഞ മാതിരി ഞങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ റിയൽ പ്ലാൻ ഡിസ്കസ് ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഫോൺ വഴിയാണ്. ഒരിക്കലും നിങ്ങളുടെ ഫോൺ വഴി ഡിസ്കസ് ചെയ്യരുത്. അവന്മാരോട് ഞാൻ കാര്യം പറയുന്നുണ്ട്, അവർക്കും ഞാൻ ഇതുപോലെ ഫോൺ കൊടുക്കാം. പിന്നെ നിങ്ങൾ അവരെ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു കാരണവശാലും അധികം അടുപ്പം കാണിക്കരുത്. അശോകിന് ഇപ്പം തോന്നണം നിങ്ങൾ വിഹാനേക്കാളും അയാളിനേക്കാളും കൂടുതൽ അടുപ്പം അയാളോടാണ് ഉള്ളതെന്നുള്ളത്. നിങ്ങൾ കാണുന്നില്ലെങ്കിലും അയാളുടെ ആൾക്കാർ നിങ്ങളെ വീക്ഷിച്ചും കൊണ്ടേ നിൽക്കുന്നുണ്ടോ. സോ കെയർഫുൾ ആയിട്ടിരിക്കണം. ധ്രുവി, പല്ലു, അയാളെപ്പോൾ എത്തുന്നാ പറഞ്ഞത്? നാളെ ഈവനിങ് അപ്പം വരുന്ന പറഞ്ഞത്. ഓക്കെ, ഞാൻ തന്ന എക്യുപ്മെൻറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇത് ട്രാക്കറാണ്. ഇത് നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ അറ്റാച്ച് ചെയ്യണം. ഇത് അവർക്ക് അത്ര പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ളിൽ എത്തിയാൻ പാട് നിങ്ങളിത് ഓൺ ചെയ്യാൻ വേണം. ഓക്കെ? അല്ല ബെന്നിച്ചായ, അപ്പോൾ ശേഖരങ്ങളല്ലേ വരും എന്ന് പറഞ്ഞത്? ആ, അങ്കിള് വരും. നിങ്ങളെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്കിള് സമയമാകുമ്പോൾ എത്തിക്കോളും. എന്ത് സമയം പറ്റാൻ? ഇയാൾ ആരുടെ വല്ല കടമറ്റത്ത് കത്താനാരോ? ഇങ്ങോട്ട് വന്നൂടെ? എന്തോ ഭാഗത്ത് നിൽക്കുകയാണ്. എൻ്റെ വിച്ചാൽ നീ ഒന്നും മിണ്ടാതെ നിൽക്ക്. അത് അവരുടെ വലിയച്ഛനാണ്. അവർ കേട്ടാൽ എന്താ വിചാരിക്കുക? എന്ത് വിചാരിക്കാൻ? പിന്നെ എന്ത് വലിയച്ഛനായാലും എന്താ സമയത്തിന് നടത്തണം. ബാക്കിയുള്ള സമയത്തിന് വല്ലൊന്നുമില്ലേ? എൻ്റെ വിച്ചാൽ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? അതിനി അത് കാര്യമാക്കണ്ട. അവന് ടെൻഷനായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കും. വിഹാൻ അവിടെ കിടന്ന് ഞെരിപിരി കൊള്ളാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടുണ്ടായിരുന്നു. വിഹാൻ ഈ പ്ലാന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. വിഹാനിന് മാത്രമല്ല അയാനും തനുവിനും അതെ. കാരണം ഈ പ്ലാനിൻ്റെ റിസ്ക് അവർക്ക് അറിയാവുന്നത് കൊണ്ടായിരുന്നു. അവർക്കറിയാം ഈ പ്ലാനിൽ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ ധ്രുവിയും പല്ലും എന്നേക്കുമായിട്ട് അവിടെ ലോക്കായി പോകുന്നുള്ളതും അവർക്ക് ഒരിക്കലും ധ്രുവിനെയും പല്ലുവിനെയും രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതും. പക്ഷേ അതി ധ്രുവിക്കും പല്ലുവിനും സപ്പോർട്ടായിട്ട് തന്നെ ഉണ്ടായിരുന്നു. കാരണം അതിക്കറിയാം ഈ സമയത്ത് അശോകിനെ തകർക്കാൻ ഇതല്ലാതെ വേറൊരു വഴി ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ പിന്തിരിപ്പിക്കുന്നതിനേക്കാൾ ഉപരി അവർക്ക് സപ്പോർട്ടായി നിൽക്കുന്നതാണുള്ളത്. വിഹാനും അയാനും തനുവിനും ഇത് അറിയാഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ എന്നാൽ പോലും അവർക്ക് പേടിയായിരുന്നു ധ്രുവിക്കും പല്ലുവിനും വല്ലതും സംഭവിക്കുമോ എന്നുള്ളത്. ഇതെല്ലാം തന്നെ ധ്രുവിയും പല്ലും നോക്കി കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ മൂടൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അയാനെയും വിഹാനെയും ഒന്ന് ചൊറിയാന്ന് ധ്രുവിയും പല്ലും വിചാരിച്ചു. അതെ ബെന്നിച്ചായ, ഇവർ ഞങ്ങളെ കൂടെ ഉണ്ടോ? ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇവർ ഞങ്ങളെ കൂടെ വേണ്ടാന്നാണ്. അതെ, ഇവർക്ക് താടിയുമില്ല, മീശയില്ല, കണ്ടിട്ട് ഒരു ലുക്കും ഇല്ല. പിന്നെ താടിയുടെ മീശനാണ് ലുക്ക് കിടക്കുന്നത്. എന്നിട്ട് ഷാറൂഖ് ഖാനും ഋത്തിക് റോഷനൊക്കെ താടി മീശിണ്ടായിട്ടാണ്. അവർക്ക് താടി മീശില്ല. ആഹാ, ഞങ്ങൾക്കില്ല. ഓഹോ, അതെ, നിനക്കെൻ്റെ ബോഡി അറിയാഞ്ഞിട്ടോ. എൻ്റെ സിക്സ് പാക്ക് നീ കണ്ടിട്ടില്ലല്ലോ. അതെ, എൻ്റെ ആയുവിൻ്റെ ബോഡി കണ്ടാൽ നിങ്ങൾ ഞെട്ടു. ഞങ്ങളോ നിങ്ങൾക്ക് ശരിക്കും അറിയാഞ്ഞിട്ടോ. താടി മീശിനെത്തുന്നത് എൻ്റെ ഒക്കെ കുഴപ്പമില്ല. ശരിയാക്കി തരാടി. ലുക്കില്ല പോയി, ഞങ്ങൾക്ക് ലുക്കില്ല. ആയു നീ എന്നോട് വാ. പിച്ച, ആയു, അവരത് വെറുതെ പറഞ്ഞതാണ്. പോയോ? ഇത് രണ്ടും കൂടെ ഇങ്ങോട്ട് ചാടിത്തുള്ളി പോണത്. പിച്ച, ആയു നിൽക്കവിടെ. പോയി. നിങ്ങൾക്ക് രണ്ടാക്കും എന്തിൻ്റെ കേടായിരുന്നു. അവന്മാർ രാവിലെ തൊട്ട് രണ്ടിൻ്റെ മൂഡ് ശരിയല്ല. ആയുവിൻ്റെ ഞാനൊന്ന് റെഡിയാക്കി വരായിരുന്നു. ഇച്ചനെപ്പോഴും ഞെരിപിരി കൊണ്ട് നടക്കുമായിരുന്നു. അതിനിടയിൽ കൂടെ പോയിട്ട് അവരെ ചൊറിയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അപ്പം എല്ലാം പറഞ്ഞ പോലെ. അതെ, ഈ ലുക്ക് മതിയോ? നിങ്ങളപ്പോ കണ്ടിട്ടുണ്ടല്ലോ മാരിയോനെ പോലിട്ട്. ചാർലി ചപ്ലിയോ? ചാർലി ചപ്ലി നിൻ്റെ അമ്മായിയപ്പൻ അല്ല. പിന്നെ മനുഷ്യൻ കഷ്ടപ്പെട്ട് ഇവിടെ ഓരോന്ന് ഒപ്പിച്ചേക്കുമ്പോൾ അവളും രണ്ടും കൂടി കിടന്ന് ചിരിക്കുന്നുണ്ടോ? എടാ, എന്താടാ നീ രണ്ടും കൂടി കാട്ടി വെച്ചേക്കുന്നത്? കണ്ടാലും മതിയോ? അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. ആക്കല്ലേട്ടാ, കഷ്ടപ്പെട്ട് ഞങ്ങൾ ആ മുത്തൂനെ പറഞ്ഞയച്ച് വാങ്ങിപ്പിച്ചതാണ് ഇപ്പോൾ ഇത്. എന്തിന് ഇത്? എൻ്റെ വിച്ചായോ, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാടാ മക്കളെ? ഇതേതാടെ മീശ മാധവൻ? അച്ഛേ, ഇത് ഞങ്ങളാണ്. ആ, നിങ്ങളായിരുന്നോ? എന്താ മക്കളെ ഈ കൊലത്തിൽ വല്ല ഫാൻസി ഡ്രസ്സിന് പോകാണ്ടോ? ഓ, ഒന്നുമില്ല. ധ്രുവി, പല്ലു അഭിനയിച്ച് തകർത്തോളുണ്ട്. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഒരു ഫോഴ്സ് നിങ്ങളെ ബാക്കിൽ തന്നെ ഉണ്ടാവും. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതിൽ പകുതി മുക്കാൽ അയാൾ ആൾക്കാരനാണുള്ളത്. അത് ചുമ്മാ ഒരു ഡമ്മിക്കിടുന്നതാണ്. പിന്നെ അയാൾ നിങ്ങളോട് നല്ലപോലെ നിൽക്കുന്ന സമയം വരെ നമ്മുടെ പ്ലാൻ ബി അത് എക്സിക്യൂട്ടീവ് ചെയ്യരുത്. അയാളുടെ അടുത്ത് എന്തെങ്കിലും ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നിയാൽ അപ്പം തന്നെ പ്ലാൻ ബി എക്സിക്യൂട്ടീവ് ചെയ്യണം. പിന്നെ പിച്ച, ആയോ, ഇവരിറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും വീക്കായിട്ട് വേണം നിൽക്കാൻ, ഏറ്റവും ഡൗൺ ആയിട്ട് വേണം നിൽക്കാൻ. അയാൾക്ക് തോന്നണം നിങ്ങൾ ഒരിക്കലും അയാളെ തിരിച്ചടിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടെന്നുള്ളത്. അങ്ങനെ വേണം നിങ്ങൾ നിൽക്കാൻ. അതാകുമ്പോൾ അയാൾക്കുള്ളിൽ ഒരു കോൺഫിഡൻസ് വരും, ഓവർ കോൺഫിഡൻസ്. അത് വെച്ച് നമുക്ക് അയാളെ തകർക്കാൻ പറ്റും. ഓക്കെ? ധ്രുവിയും പല്ലും ഇറങ്ങുന്ന സമയത്ത് വിഹാനും അയാനും നല്ല വീക്കായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്.
അത് അഭിനയിക്കാൻ പറഞ്ഞതാണ് എന്നുണ്ടെങ്കിലും സത്യത്തിൽ അത് അഭിനയമല്ലായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം കണ്ടു നിൽക്കുമ്പോഴും അശോകന് ഭയങ്കര സന്തോഷമായിരുന്നു. ബെന്നി പറഞ്ഞ പോലെ തന്നെ അവർ വീക്കാണെന്നും അവനെതിരെ ഇപ്പം അവർ പ്രവർത്തിക്കില്ല എന്നും അയാൾ കരുതി. അത് അയാളൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാക്കുകയും ചെയ്തു. അത് തന്നെയാണ് അശോകന് വിനയായത്. ഇച്ച ആയോ എല്ലാവരും ഇറങ്ങിക്കോ. പിന്നെ പറഞ്ഞൊക്കെ ഓർമ്മ ഉണ്ടല്ലോ, സൂക്ഷിച്ചും കണ്ടും വേണം നിൽക്കാൻ. നിങ്ങളുടെയൊക്കെ ഫോൺ അതിവിടെ വെക്കണം. ടവർ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ ലൊക്കേഷൻ അയാൾക്ക് കിട്ടും. ഞാൻ തന്ന ഫോണില്ലേ, അത് വെച്ച് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ മക്കളെ, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഓ, ഇത് ശരിക്കൊരു മാൻഷൻ തന്നെയാണല്ലോ. അച്ഛനോടാണ് വർക്ക് ചെയ്യുന്നത്? ഞാനിവിടുത്തെ ഒരു സാധാ ജോലിക്കാരൻ മാത്രമാണ്. മക്കൾക്ക് വേണമെങ്കിൽ അവിടെ ജോലി ചെയ്താൽ തരാം. ഓ, അതൊന്നും വേണ്ട, ഞങ്ങളെ പഠിത്തമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. എന്താണ് അടിപൊളി പ്ലേസാ. മക്കളെ, ഇത് അച്ഛൻ്റെ ഫ്രണ്ടാണ് രാജീവ്. ഇത് അച്ഛൻ്റെ ബോസാണ്. ഓഹ്, എന്തൊരു ചരക്കട ഇത്. അവളമാരെ കൊള്ളാലോ. പ്ലീസ് കൺട്രോൾ ചെയ്യും. ഇപ്പം തന്നെ ആക്രാന്തം കാണിക്കില്ല. ഇവളുമാരൊക്കെ കണ്ടാൽ എങ്ങനെയാണോ കൺട്രോൾ ചെയ്യുക. എന്തായാലും ഇപ്പം എൻ്റെ കയ്യിലെത്തിയല്ലോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഈ പ്ലേസ് ഒക്കെ അടിപൊളിയാ. ഞങ്ങൾ ഇവിടെ ഒന്ന് ചുറ്റി കണ്ടോട്ടെ. ഓ, അതിനെന്താ, നിങ്ങൾ കണ്ടോ. ഇനിയത് നിങ്ങളെയും കൂടി സ്ഥലമല്ലേ. എന്താണ്? അല്ല, ഒന്നുമില്ല, കണ്ടോന്ന് പറയാം. അശോക്, പറയാതിരിക്കാൻ വയ്യ. നിൻ്റെ മക്കള് ഒരു മാലാഖകൾ തന്നെയാണല്ലോ അവര്. ഇപ്പം മനസ്സിലായല്ലോ ഞാൻ വാങ്ങിച്ച കാശിന് മാത്രം അവളുമാരുണ്ടെന്നുള്ളത്. ഓഫ് കോഴ്സ് അവൾ അതിന് മാത്രമുണ്ട്. എന്തിന് അതിലുപരിയുണ്ട്. ഇനി ആ മാലാഖമാർ എനിക്ക് സ്വന്തം. അശോക്, ബാക്കി കാര്യമൊക്കെ എന്തായി? ഓൾ സെറ്റ്. ഇനി എപ്പോഴാണ് ഇവരെയും കൊണ്ട് നമുക്ക് പോകാൻ പറ്റുക? എപ്പം വേണമെങ്കിലും പോകാം. അതൊക്കെ നിങ്ങളിഷ്ടം. കാശ് എൻ്റെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് ഇനി ബാക്കിയൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇതേ സമയം ആ വീട് ചുറ്റിക്കാണുന്ന വ്യാജേനെ ധ്രുവയും പല്ലും അവരിൽ നിന്നും മാറി നിന്നിട്ട് അവരുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന ട്രാക്കർ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീടിൻ്റെ ഉള്ളിൽ അശോക് പോലും അറിയാതെ ശേഖറിൻ്റെ ആൾക്കാർ ധ്രുവിക്കും പല്ലുവിനും സഹായത്തിനുണ്ടായതുകൊണ്ട് തന്നെ അവരുടെ ടീമിനെ ഈസി ആയിട്ട് തന്നെ അതിനുള്ളിലേക്ക് എത്തിക്കാനും അവൾക്ക് സാധിച്ചു. എടാ, മതിയുടെ റൊമാൻസൊക്കെ നേരില്ലാത്ത നേരത്തെ അവൻ്റെ വക. നോക്ക്, ഞാനും തനും ആ സൈഡിൽ കാണും. നിങ്ങൾ രണ്ടാളും ഇവിടെ നിൽക്കേണ്ടി. അവരാ ജീൻ്റെ റൂമിലേക്ക് വിളിപ്പിക്കുന്ന സമയത്ത് അപ്പം നമ്മൾ അങ്ങോട്ട് എൻ്റർ ചെയ്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ. അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നിരുന്നു. ശേഖറിൻ്റെ ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ അവർ വിചാരിച്ചതിനേക്കാളും ഈസി ആയിട്ടായിരുന്നു എല്ലാ കാര്യവും അവർക്ക് ചെയ്യാൻ പറ്റിയിരുന്നത്. ധ്രുവി, പല്ലു, മക്കളിങ്ങോട്ട് വന്നേ. അച്ഛൻ്റെ ബോസ് മക്കളോട് എന്തൊക്കെ സംസാരിക്കാൻ തന്നു. നിങ്ങൾ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലും. അവർ രണ്ടുപേരും ജീൻ്റെ റൂമിലേക്കായിട്ട് പോയി. ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ തന്നെ ഒരു ചെറിയ ബ്ലൂടൂത്ത് ഡിവൈസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സംസാരിക്കുന്നതും പറയുന്നതും എല്ലാം തന്നെ അവരുടെ ടീമിലെ എല്ലാവർക്കും കേൾക്കാൻ സാധിക്കുമായിരുന്നു. ഹേയ് സ്വീറ്റ് ഹാർട്ട്, കം ഓൺ. ഓ സ്വീറ്റ് ഹാർട്ട്, അവരുടെ ഹാർട്ടപ്പോൾ ഞാൻ പുറത്തേക്ക് എടുക്കും. എൻ്റെ വിച്ച, നീ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നിനക്ക് പറയാൻ എളുപ്പമാണ്. രണ്ടും കൂടി പ്ലാൻ പൊളിക്കും. ഹേയ് ലേഡീസ്, എന്താ അവിടുത്തെ നിന്ന് കളഞ്ഞു? വരൂ, ഇരിക്കൂ. ജി ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും യങ്ങാണല്ലോ. ഓ, എനിക്കിതൊന്നും കേട്ടിട്ട് സഹിക്കുന്നില്ലടാ. സത്യം, നമുക്ക് അവൻ്റെ തലക്കടിച്ച് അവിടെ കൊമ്മാലും. ഈ രണ്ടെണ്ണത്തിനെ കൊണ്ടു ഈ വിക്രമനും മുത്തും നമ്മുടെ പ്ലാൻ കോളാക്കും അതേട്ടാ. ജിക്ക് ഞങ്ങളോട് എന്താ പറയാനുണ്ടായിരുന്നത്? ആക്ച്വലി ഞാൻ കറക്റ്റ് പോയിന്റിലേക്ക് തന്നെ വരാം. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഇത്രയും സൗന്ദര്യമുള്ളവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. യു ഗൈസ് ആർ റിയലി ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എൻ്റെ കൂടെ കൂടിക്കൂടെ? ഐ മീൻ, ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ ലണ്ടനിലാണുള്ളത്. എൻ്റെ സാമ്രാജ്യം മൊത്തം അവിടെ തന്നെയാണ്. എൻ്റെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് ഈ കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല. ഒരു റാണിയെ പോലെ വാഴാം. ഇൻട്രസ്റ്റിംഗ്. ജി പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു റാണിയെ പോലെ വാഴാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങളതിന് ഈ ഓഫർ വേണ്ടെന്ന് നോക്കണം. ഓ കൊല്ലു, എനിക്കിതൊക്കെ കേട്ടിട്ട് ചൊറിഞ്ഞു കയറി വരുന്നുണ്ട്. നിങ്ങൾ രണ്ടും കൂടെ മിണ്ടാണ്ട് നിൽക്കണ്ടോ? വാവ്, നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്ത് ഞങ്ങൾ തീരെ വിചാരിച്ചില്ല. ഞങ്ങൾ അശോകൻ്റെ മക്കളല്ലേ, അപ്പോൾ പിന്നെ അയാളുടെ കുരുട്ടുപ്പത്തി ഞങ്ങൾക്കും കിട്ടാതിരിക്കില്ലല്ലോ. വാവ്, യു ഗൈസ് ആർ ഇൻട്രസ്റ്റിംഗ്. ഞാൻ വിചാരിച്ചതിനേക്കാൾ സ്മാർട്ടാണ് നിങ്ങൾ.
സിറ്റുവേഷൻസ് പലരും സ്മാർട്ടാക്കും ചെയ്യും. എന്നാൽ ഈ സമയം അത്രയും ധ്രുവി ഒന്നും തന്നെ മിണ്ടുന്നില്ലായിരുന്നു. അഗ്നി ജ്വലിക്കുന്ന കണ്ണുകളുമായി അവൾ തീക്ഷ്ണമായി അയാളെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. രാജീവിനെയും ജിതേന്ദ്രൻ എന്ന അവൻ്റെ ജീനെയും അവൾ ഒരിക്കലും മറക്കില്ലായിരുന്നു. അവരെ ഇരുവരെയും കാണുമ്പോൾ അവളുടെ അമ്മയായിരുന്നു അവൾക്ക് ഓർമ്മ വന്നിരുന്നത്. അവളെ അമ്മയെ ഉപദ്രവിച്ചവരെ അവൾക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ലല്ലോ. അവരെ കാണുമ്പോഴെല്ലാം അവളുടെ അമ്മയുടെ അലറിക്കരച്ചിലായിരുന്നു ധ്രുവിയുടെ കാതുകളിൽ മുഴുകി കേട്ടുകൊണ്ടേയിരുന്നത്. അവരുടെ സംസാരമെല്ലാം കേട്ടപ്പോൾ ജിക്കും രാജീവിനും എന്തെന്നില്ലാത്തൊരു ഇൻട്രസ്റ്റ് തോന്നി. ഒരു വഷളം ചിരിയോടുകൂടി അവരുടെ അടുത്തേക്കായിട്ട് രാജീവും ജിയും നടന്നുകൊണ്ടേ നിന്നു. എന്നാൽ ഒരടി പോലും പിന്നോട്ട് വെക്കാതെ ഉഷിരോടെ നിൽക്കുന്ന പല്ലുവിനെയും ധ്രുവിനെയും കണ്ടപ്പോൾ അവരുടെ ഉള്ളിലെ ഉന്മേഷം കൂടിക്കൊണ്ടേ നിന്നു. എന്നാൽ അവരുടെ അടുത്തെത്തുന്നതിന് മുൻപേ തന്നെയായിട്ട് ഇരുവരുടെ മുഖത്തേക്കും ആഞ്ഞടിച്ചിട്ട് ആരോ വന്നിട്ടുണ്ടായിരുന്നു. രാജീവിനും ജിക്കും അവരെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ ഗാർഡ്സിനെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പുറത്തുനിന്ന് ഒരു ഗാർഡ്സ് പോലും അകത്തേക്ക് വരുന്നില്ലായിരുന്നു. കാരണം പുറത്തുള്ള എല്ലാ ഗാർഡ്സും ശേഖറിൻ്റെ ആൾക്കാരായിരുന്നു. അതവർക്ക് അറിയില്ലായിരുന്നു. എടാ ചെറ്റേ, ഇവരെ വൃത്തികെട്ട കണ്ണോട് നോക്കി നിൻ്റെ 2 കണ്ണ് ചുഴുന്നെടുക്കാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. നിന്നെ വേറൊരാൾക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് മാത്രം 2 എണ്ണത്തിന് ഇപ്പം ഞങ്ങൾ ജീവനോടെ വിടുന്നത്. ഇനി നിൻ്റെയൊക്കെ നിഴൽ പോലും ഇവരെ മേൽ പതിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ല ഞങ്ങൾ പ്രതികരിക്കുന്നത്. എന്നാൽ ഇതേ സമയം അവർക്ക് ബെന്നിയുടെ കോള് വന്നിട്ടുണ്ടായിരുന്നു. കാര്യമറിയാതെ ആട്ടമാടുന്ന അശോക് തൻ്റെ വിജയം ബെന്നിയെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചിരുന്നത്. കോള് അശോകിൻ്റെതാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയായിരുന്നു ബെന്നി അവരെയും കൂടി കണക്ട് ചെയ്തിരുന്നത്. അങ്ങനെയാണ് ആ ഫോൺ സംഭാഷണം അവിടെ നടന്നത്. നീ എന്ത് വിചാരിച്ച് നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പേടിച്ചില്ലാണ്ടായിപ്പോയി എന്നുള്ളതോ? നിൻ്റെ ഇല്ലാത്ത വിജയം നീ കുറച്ച് നേരമെങ്കിലും ആഘോഷിച്ചിട്ടെന്ന് വെച്ച് ഞങ്ങൾ മനഃപൂർവ്വം പറഞ്ഞതാണ്. അശോക്, ഞങ്ങളുടേതെന്ന് കരുതുന്നത് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിനക്കെന്നല്ല ഒരുത്തനും അവരെ ദേഹത്ത് തൊടാൻ പോലും കഴിയില്ല. ഞങ്ങൾ ജീവനോടെ ഇരിക്കുക. എടാ, നീയൊക്കെ വെല്ലുവിളിച്ചത് ആരാന്ന് നിനക്ക് അറിയില്ല. ഇനി നിൻ്റെ ഒക്കെ ശവമായിരിക്കും ഈ മാൻഷൻ വിട്ട് പുറത്തേക്ക് പോവാ. ആ ഫൈറ്റിൻ്റെ ഇടക്കാണ് അശോക് പെട്ടെന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്തിരുന്നത്. ആ ഗൺ ഷോട്ട് നേരെ കൊണ്ടത് തനുവിനായിരുന്നു. തനു 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 മോളെ കണ്ണു തുറക്ക്. തനു തനു എടാ ചെറ്റേ, ഇവക്ക് വല്ല സംഭവിച്ചാൽ നിന്നാ ഞാൻ വെറുതെ വിടുന്ന നീ വിചാരിക്കണ്ട. ഓ പാവം, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്നോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും കളിക്കണം എന്നുള്ളത്. ദേഷ്യം കൊണ്ട് അയാൻ്റെയും വിഹാൻ്റെയും അതിൻ്റെയും മുഖം വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു. അവരുടെ ഈ ഭാവങ്ങളെല്ലാം കാണുമ്പോൾ അശോകിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ടായിരുന്നു. വിജയിച്ചതിൻ്റെ സന്തോഷം. അയാൻ വിഹാൻ രണ്ടാൾക്കും ദേഷ്യം വരുന്നുണ്ടോ? ഒരു പെങ്ങൾക്ക് അങ്ങനെ പറ്റിയതാണ് നിങ്ങൾ എത്രമാത്രം ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞു പെങ്ങൾ ഇഷിക, അവളിപ്പോൾ എൻ്റെ കസ്റ്റഡിയിലെന്ന് പറഞ്ഞാൽ നിനക്കൊക്കെ എത്രമാത്രം ചോറ് തിളയ്ക്കും. ഇഷുവിൻ്റെ കാര്യം കേട്ടതോടുകൂടി അവരാകെ ഷോക്കായിട്ടുണ്ടായിരുന്നു. ഇഷു എങ്ങനെ അവരെ കസ്റ്റഡിയിലെത്തിയെന്നുള്ളതിന് അവർക്ക് യാതൊരു പിടുത്തവും ഇല്ലായിരുന്നു. എന്നാൽ ഇതെല്ലാം കണ്ടു നിൽക്കെ ധ്രുവിക്കും പല്ലുവിനും എന്തെന്നില്ലാത്ത വിഷമം തോന്നി. അവരെ സഹായിച്ചതിൻ്റെ പേരിലാണല്ലോ ഇഷുവിനും തനുവിനും ഈ അവസ്ഥ വന്നതെന്ന് ഓർത്തിട്ട്. തനു അവർക്കൊരു സുഹൃത്തിനും ഉപരി മറ്റു പലതുമായിരുന്നു. തനുവിലൂടെയാണ് അവർക്കൊരു കുടുംബം കിട്ടിയത്. ആരൊക്കെ ഉണ്ടെന്ന് തോന്നി തുടങ്ങിയത്. ഇപ്പം അവർ കാരണം തന്നെ തനുവിൻ്റെ ജീവന് ആപത്ത് വന്നു എന്ന് കണ്ടപ്പോൾ അവർക്ക് ആ വിഷമം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. വിഹാൻ, അയാൻ, ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം, പെങ്ങന്മാരെ ജീവൻ രക്ഷിക്കണോ അതല്ല ഇവളുമാരെ വേണോ എന്നുള്ളത്. ചോയ്സ് നിങ്ങളുടേതാണ്. നിങ്ങളുടെ തീരുമാനം എടുക്കാൻ വൈകും തോറും നിങ്ങളുടെ പെങ്ങന്മാരെ ജീവൻ അത് ആപത്തായും കൊണ്ടേ നിൽക്കും. നിങ്ങൾക്കറിയാലോ, ഞാനൊന്നും വിചാരിക്കാതെ നിങ്ങൾക്ക് ഇവിടെയും കൊണ്ട് പുറത്തേക്ക് പോകാൻ കഴിയില്ല. ഞങ്ങൾ തീരുമാനിച്ചു ആരെ ചൂസ് ചെയ്യണം എന്നുള്ളത്. വെരി ഗുഡ്. അപ്പോൾ ആരാ ചൂസ് ചെയ്യുന്നത്? ഞങ്ങൾ